തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇന്നാണ്. വളരെ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവ് മാത്രമാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും കിട്ടിയത്. ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം കടുത്ത ചൂടിനെ മറികടന്നായിരുന്നു ഇത്രയും നാൾ സ്ഥാനാർത്ഥികൾ ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് അതിന് അവസാനമാവുകയാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു. നാളെ നിശബ്ദ പ്രചരണം, അതായത് അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. സർവ്വശക്തിയും എടുത്ത് വീറോടെ പൊരുതുന്ന മുന്നണികൾ ആദ്യമായി ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം കൂടി സംസ്ഥാനം കാണുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായി എന്നത് പ്രധാനമാണ്. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചരണ കോലാഹലത്തിനാണ് ഇന്ന് തിരിശീല വീഴുക. വികസന കാര്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് ഡീലുകൾ, ഒപ്പം SDPI ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറ്റുമായിരുന്നു. 10 വർഷത്തിന് ശേഷം ഭരണം പിടിക്കുമെന്ന് UDF-ഉം ഭരണ തുടർച്ച ഉറപ്പെന്ന് LDF-ഉം ഉറപ്പിക്കുകയാണ്. ഭരണം നിർണ്ണയിക്കുന്ന നിർണായക ശക്തികളായി, ഒരു കറുത്ത കുതിരകളായി മാറുമെന്ന് NDAയും അവകാശപ്പെടുന്നുണ്ട്. സജിത്ത്, ഡാൻ കുര്യൻ, ശ്രീജിത്ത്, അനുമോദ്, ശരണ്യ സ്നേഹജൻ, ബൈജു, അനീഷ് കുമാർ, വിനേഷ് തുടങ്ങി ഞങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ടി സൈത്ത് ആദ്യമുണ്ട്. സൈത്തുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 2 ദിവസമായിട്ട് മലബാർ മേഖലയിലാണ്. കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വലിയ പോരാട്ടം, വീറൊട്ട പോരാട്ടം നടക്കുന്ന മേഖലകൾ. അവിടെയൊക്കെ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിമത ഭീഷണികൾ. അക്ഷരാർത്ഥത്തിൽ UDF-ന്റെ കുതിച്ചുകയറ്റം പല മേഖലകളിലും, പല മണ്ഡലങ്ങളും വിജയിക്കുമെന്ന് പോലും അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. LDF-ന്റെ കുത്തക മണ്ഡലങ്ങൾ. അങ്ങനെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഒരുപക്ഷെ ഈ വടക്കൻ മേഖല, മലബാർ മേഖലയിലായിരിക്കാം അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരം നീക്കങ്ങൾ എല്ലാവരും പ്രകടമായിട്ടുണ്ട്. കാരണം രാവിലെ പ്രഭാതത്തിന്റെ ഒരു സമയം പോലും മിസ് ചെയ്യാതെ എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ രാവിലെ പ്രഭാത നടത്തവുമായി കളം നിറയുന്നവരുണ്ട്, പതിവ് ക്യാമ്പയിൻ പരിപാടികളുമായി കളം നിറയുന്നവരുണ്ട്. ഇങ്ങനെ സജീവമായ നീക്കങ്ങളും സ്ഥാനാർത്ഥികൾ എല്ലാവരും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാർ ഇത്തവണ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമത നീക്കങ്ങൾ പലത് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തിരിച്ചടി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM-ന്റെ മുന്നോട്ടുപോക്ക്.